രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ലൈവിൽ ഇരുന്നിട്ട് അവിടെ ഊത് ഇവിടെ ഊത് അങ്ങോട്ട് ഊതിക്കോട് ഇങ്ങോട്ട് ഊതിക്കോട് ചരുവത്തിൽ വെള്ളവും വെച്ചോണ്ടിരിക്കുന്ന പെങ്ങന്മാരുണ്ട്. ഇപ്പൊ നോക്കിയാൽ ഇപ്പൊ അതിൻ്റെയൊക്കെ ഉള്ളിൽ ഇപ്പൊ എന്നെ കിട്ടിയത് ഇങ്ങനെ ചവിട്ടി അരയ്ക്കാൻ തോന്നുന്നു ദേശി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കാണ്ടാമൃഗത്തിന്റെ തൊലിയ, അതുകൊണ്ട് എനിക്ക് തന്നൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ലൈവ് കൂടി ഖുർആൻ എടുക്കാതെയായി. രാവിലെ ലൈവ്, ഉച്ചയ്ക്ക് ലൈവ്, 10 മണിക്ക് ലൈവ്, 12 മണിക്ക് ലൈവ്, എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ട് സജീവമായി. ഖുർആൻ എടുക്കലില്ല, ഭർത്താവിന് വിളമ്പിക്കൊടുക്കാൻ വഴിയില്ല, ഇതൊന്നുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് നിരീശ്വരവാദികൾ പെരുകിയത്. ഏതെങ്കിലുമൊക്കെ ബഹുസ്വര സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പാടില്ലാത്ത, എന്നാൽ അഹ്ലുൽ ഈമാന്റെ മുന്നിൽ മാത്രം പറഞ്ഞു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഉസ്താദെ, മക്കളില്ല, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? സക്കരിയ നബി അലൈഹിസ്സലാം ഓതിയ ദുആ നിങ്ങൾ ചൊല്ലിക്കോ. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ 80-90 വയസ്സ് കഴിഞ്ഞ സക്കരിയ നബിക്ക് ഭാര്യ യൂട്രസ് ഇല്ലാതെ, ഗർഭാശയമില്ലാതെ, ആഖിറ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, ഗർഭാശയത്തിന്റെ പ്രവർത്തനമില്ലാത്ത ആ ഭാര്യയ്ക്ക് അല്ലാഹു മോനെ കൊടുത്തത്, യഹ്യ എന്ന മോനെ കൊടുത്തത് സൂറത്തു മറിയം വളരെ സുസജ്ജമായി വിശദീകരിക്കുമ്പോ ആ മറിയം സൂറത്തിലൂടെ എങ്ങനെയാണ് സക്കരിയ നബിക്ക് മോനെ കിട്ടിയത്? റബ്ബിലാ തദർനി ഫർദൻ വ അന്ത ഖൈറുൽ വാരിസീൻ എന്ന ദുആയിലൂടെയാണ്. പടച്ചവനെ, ഞാൻ നിന്നോട് ദുആരംഭിട്ട് ഇന്ന് വരെ ഞാൻ നിരാശപ്പെട്ടിട്ടില്ല എന്ന് സക്കരിയ നബി പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മോനെ കൊടുത്തു. യഹ്യ എന്ന മോനെ കൊടുക്കുക മാത്രമല്ല, യഹ്യ എന്ന പേരും കൂടെ ഇട്ട് കൊടുത്തു അല്ലാഹു. ഇത് വിശ്വാസികളുടെ മുന്നിലല്ലേ പറയാൻ പാടുള്ളൂ. മറ്റേ എക്സ് ശൈത്താന്മാര് കേട്ടാലോ എന്താ സംഭവിക്കുക? എക്സ് ഐറ്റുണ്ടല്ലോ, എവനൊക്കെ കേട്ടാൽ എന്താ സംഭവിക്കുക? എന്നാ പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കണ്ടല്ലോ, വീട്ടിൽ നിന്ന് ദിക്ർ ചൊല്ലിയാ പോരെ, മോനുണ്ടാവൂലേ എന്ന് ചോദിക്കും. ഇതെന്താ ഈ നിരീശ്വരവാദികൾ പെരുകാൻ കാരണം? അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി നാം നമ്മുടെ ഓരോ സദസ്സുകളും നോക്കിക്കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറയുന്നു, എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്? സന്തോഷം വരുമ്പോഴാണോ വിഷമം വരുമ്പോഴാണോ? കേട്ടോളി, എണ്ണി എണ്ണി നിങ്ങൾ മനസ്സിലാക്കി, അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലേണ്ടത് സന്തോഷം വരുമ്പോഴാണ്, അല്ല ദുഃഖം വരുമ്പോഴല്ല. ഖുർആനാണ്. സന്തോഷം വരുമ്പോഴാണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല, മഹാനായ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് മഹാനായ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് ഓതിക്കൊടുക്കുന്ന ഒരു അധ്യായത്തിന്റെ ഏതാനും ചില സന്ദേശങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയാണ്, എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലേണ്ടതെന്ന്. ഏതാണ് എന്നറിയോ സഹോദരങ്ങളെ? സന്തോഷം വരുമ്പോഴാണ് ഇസ്തിഗ്ഫാർ കൂടുതൽ ചൊല്ലേണ്ടത്. എന്തുകൊണ്ടാണെന്നറിയോ? ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് മാറിപ്പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ മനസ്സ് ചാഞ്ചാടി പോകുന്നത്. ആ സമയത്താണ് മോശപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, നബിയേ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വന്നെത്തി കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെപ്പോഴാണ് പറയുന്നതെന്നറിയോ? ഒരാൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരാനില്ലാത്ത സമയത്ത് വരുന്ന ആളുകളെയൊക്കെ ശത്രുക്കളെല്ലാം മർദ്ദിക്കുന്ന സാഹചര്യത്തില് ഖബ്ബാബ് ബിൻ അൽ-അറത്ത് റളിയല്ലാഹു തആല അൻഹു പോലും ശരീരത്തിന്റെ ഭാഗം മുഴുവനും അല്ലാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ശത്രുക്കളായ കുടുംബക്കാരെ ആക്രമിച്ചതിന്റെ പേരിൽ ശരീരമാസകലം പൊള്ളി, ശരീരമാസകലം ഒരു പ്ലാസ്റ്റിക് കവർ തീ പിടിച്ചാൽ എങ്ങനെയാണോ ഉള്ളത്, ഒരു പോളിസ്റ്റർ തുണിയിൽ എങ്ങനാണോ അയൺ ബോക്സ് ഇടുമ്പോൾ ഉരുകി പിടിക്കുന്നത്, അതുപോലെ ശരീരത്തിന്റെ ഞരമ്പും ശരീരത്തിന്റെ തൊലിയും ശരീരത്തിന്റെ മാംസവുമല്ല ഉരുകിപ്പിടിച്ച് ശരീരത്തിന്റെ മുതുകുഭാഗത്ത് ഇങ്ങനെ കോലം കെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഖബ്ബാബ് ബിൻ അൽ-അറത്ത്
റളിയല്ലാഹു തആല അൻഹു പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കഅബാലയത്തിന്റെ തണലിൽ റസൂലുള്ള കിടക്കുകയാണ്, വിശ്രമിക്കുകയാ. കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബാലയത്തിന്റെ കരിങ്കൽ ഭിത്തിയുടെ തൊട്ടുതാഴെ ഹബീബായ നബി തങ്ങൾ വിശ്രമിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു നബിയെ അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്നില്ലേ ഹബീബേ, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖബ്ബാബ് ഇബ്നുൽ അറത്തേ, അല്ലാഹുവിന്റെ സഹായം വരും മോനെ, പക്ഷെ നിങ്ങൾ ധൃതി വെക്കരുതേ, നിങ്ങൾ ധൃതി വെക്കരുത്. അന്ന് ആ കാലഘട്ടത്തിൽ സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടല്ലോ. സഹാബാക്കൾ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റി പറഞ്ഞാൽ എന്റെ വിഷയം പൂർത്തീകരിക്കാൻ പറ്റാതെ വരും. ആ നിലയിൽ പ്രിയപ്പെട്ട സഹാബത്ത് പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അള്ളാന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച് പ്രിയപ്പെട്ട സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നപ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാന്റെ സഹായം വന്നപ്പോൾ ഇദാ ജാ നസ്റുല്ലാഹ്, പടച്ചവന്റെ സഹായം നിങ്ങൾക്ക് വന്നപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണ്? വൽ ഫത്ഹു, മക്കാ വിജയം വന്നപ്പോൾ പിറന്ന നാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പലായനം ചെയ്യപ്പെടേണ്ടി വന്നില്ലേ? അവസാനം കുഞ്ഞുങ്ങളെ കണ്ടാൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുടുംബനാഥനെ പോലെ കണ്ണ് മറയുന്നത് വരെ കഅബാലയത്തെ നോക്കി 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 ഹിജറ പോയ ഹബീബ് അവസാനം ചോദിച്ചല്ലോ അന്നത്തെ താക്കോല് സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു മൽഊൻ, ഉസ്മാൻ എന്ന് പറയുന്ന ആളിനോട്, ഉസ്മാൻ എന്ന് പറയുന്ന ആളിന്, ഉസ്മാൻ ശൈബി എന്ന ആളിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉസ്മാനെ, കഅബാലയത്തിന്റെ താക്കോലൊന്ന് തരുവോ? ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പൊക്കോളാ. ഇനി ഈ മണ്ണിൽ ഞാൻ ഇനി മണ്ണിൽ ഞാൻ നിൽക്കൂല, ഒരു രാത്രി പോലും ഞാൻ ഈ മണ്ണിൽ നിൽക്കൂല, നിങ്ങൾക്കൊരു ശല്യവും ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല, അതുകൊണ്ട് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ 2 റക്അത്ത് എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മുഹമ്മദേ, നിനക്ക് താക്കോല് തരില്ല, കഅബാലയം നിനക്ക് തുറന്നു തരില്ലെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരഞ്ഞുകൊണ്ട് കഅബാലയത്തോട് വിട പറഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്രയായല്ലോ. അള്ളാന്റെ ഹബീബിനോട് അല്ലാഹ് പറയുകയാണ്, വൽ ഫത്ഹു, നബിയെ, മക്കാ വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ അവസ്ഥയും മാറി നിങ്ങൾക്ക് മക്കാ വിജയം വന്നു. ഒരു നിമിഷം ഒന്ന് ഉത്തരവിട്ടാൽ ധീരന്മാരായ വില്ലന്മാരായ വില്ലാളി വീരന്മാരായ വിജിഗീഷുകളായ സഹാബാക്കള് അവിടെ ഒരുമിച്ച് കൂടിയ സത്യനിഷേധികളെ മുഴുവനും കൂട്ടക്കശാപ്പ് നടത്താൻ തന്റെ ഇടമുള്ള അതിനുള്ള സർവ്വസന്നാഹങ്ങളോടെ മക്കം ഫതഹിന്റെ ദിവസത്തിൽ വന്നപ്പോൾ ഇന്നാരോടും പ്രതികാരമില്ല, ഇന്നാരോടും വൈരാഗ്യമില്ല, ഇന്നാരോടും വൈമനസ്യമില്ല, വൈക്ലഭ്യമില്ല, വൈഷമ്യമില്ല, ആരോടും പകയില്ല, ദേഷ്യമില്ല, കോപമില്ല, ക്രോധമില്ല, ദേഷ്യമില്ല എന്ന് പറഞ്ഞിട്ട് പൊതുമാപ്പ് പ്രഖ്യാപിച്ച ഹബീബുണ്ടല്ലോ. അള്ളാന്റെ ഹബീബിനോട് അല്ലാഹ് പറയുകയാണ്, വൽ ഫത്ഹ്, ആ മക്കാ വിജയം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അല്ലാഹ് പറഞ്ഞത്? വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘമായി ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നാൽ ഇതെപ്പോഴാണ് പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ റസൂൽ അങ്ങാടിയിൽ ചെന്ന് ദഅവത്ത് നടത്തുമ്പോ, പോടോ നിന്റെ ജോലി നോക്കിയിട്ട്, നീയാണോ അള്ളാന്റെ ദൂതന്, നിന്നെ മാത്രമേ കിട്ടിയുള്ളൂ അള്ളാഹുവിന് പ്രവാചകനായി എന്ന് ചോദിച്ച അധികാരികള് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്നക ലമജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദേ എന്ന് പറഞ്ഞ ആളുകള് അള്ളാന്റെ റസൂലിന്റെ ദഅവത്തും റിസാലത്തും നുബുവത്തും അംഗീകരിക്കാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് അള്ളാന്റെ ഖുർആൻ നബി തങ്ങളോട് പറയുന്നു, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മറന്നു പോകരുതേ.
അള്ളാഹുവിന്റെ സഹായം എവിടെയെന്ന് ചോദിച്ച പ്രിയപ്പെട്ട സഖാക്കളുടെ മുന്നിൽ, സഹാബത്തിന്റെ മുന്നിൽ അള്ളാന്റെ സഹായം വന്നു നബിയേ, വന്നു കഴിഞ്ഞാലെന്നല്ല പറഞ്ഞപ്പോ മക്കയിൽ നിസ്കരിക്കാനും മക്കയിൽ ഇബാദത്തെടുക്കാനും മക്കയിൽ കഴിയാനും അവസരം കൊടുക്കാത്ത സത്യനിഷേധികൾ അവരുടെ മുന്നിലേക്ക് മക്ക വിജയമെന്ന അത്ഭുതകരമായ വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുകൊണ്ട് റസൂലുള്ള കടന്നു വന്നപ്പോൾ ആ വിജയത്തെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയുകയാ, ആളുകളെ ചെവിയിൽ വിരലുകളെ കുത്തിക്കയറ്റിയിട്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കണ്ടെന്ന് പറഞ്ഞു പോയ ആളുകളുടെ മുമ്പില് അവർ ഓരോരുത്തർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയാത്തൊരു കാര്യം അല്ലാഹു ഇപ്പോഴും പറഞ്ഞിരിക്കുകയാ. എന്താ അല്ലാഹു പറഞ്ഞത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. നബിയേ, അങ്ങ് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ റസൂലേ. ഇന്ന് നിങ്ങൾക്ക് മക്കാ വിജയം വന്നു. ഇന്ന് നിങ്ങളുടെ ദീനിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഇന്ന് നിങ്ങളുടെ പരിശുദ്ധമായ ദീനിനെ ആരും ഞോണ്ടാനും തൊടാനും ആക്രമിക്കാനും വരുന്നില്ല. അള്ളാന്റെ സഹായം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാ. ഇതെല്ലാം നിങ്ങൾക്ക് വരുമ്പോ നബിയേ, സന്തോഷം നിങ്ങൾക്ക് കൂടുമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് സതീർത്ഥ്യർക്ക് സന്തോഷം കൂടുമല്ലോ. അതുകൊണ്ട് ആ സന്തോഷം അധികരിക്കുന്ന സമയത്ത് അവരോട് പറയണം, ഫസ്തഗ്ഫിറുഹു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറയണേ നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ തേടിയെത്തുമ്പോഴല്ല ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. അപ്പോഴിസ്തിഗ്ഫാർ ചൊല്ലണം, ശരി തന്നെ. പക്ഷേ സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പരമോന്നതിയിലെത്തുമ്പോ സന്തോഷത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായി നിങ്ങൾ മാറുമ്പോൾ, സർവ്വ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ അല്ലാഹനെ മറക്കാതെ വസ്തഗ്ഫിറുഹു, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സന്തോഷം വരുമ്പോ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. കച്ചവടം തീരെയില്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ ഞാൻ ചെയ്ത ഏതോ തെറ്റിന്റെ പേരിലായിരിക്കും, അപ്പോഴും നമ്മളത് ചെല്ലും. പക്ഷേ അപ്പോഴും നമ്മൾ കൂടുതൽ സ്വാഭാവികമായി സഹജമായി അള്ളാഹുലേക്ക് അടുക്കുന്ന സമയമാണ്. പരീക്ഷണങ്ങൾ വരുമ്പോ പരീക്ഷണം അങ്ങോട്ട് മാറി. ഇപ്പൊ കച്ചവടം നല്ല പൊടി പൊടിക്കാൻ, കടയിൽ നല്ല ലാഭം, എല്ലാ നിലയിലും നമുക്ക് അള്ളാഹു അനുകൂലമാക്കി തരുമ്പോൾ നമ്മുടെ മനസ്സ് പതറും. ആ സമയത്ത് നമ്മുടെ മനസ്സങ്ങ് പതറുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, പതറരുത്. ആ മനസ്സ് സന്തോഷത്തിന്റെ ആധിക്യത്തിന്റെ പാരമ്യതയിലെത്തുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിക്കോ. ഇല്ലെങ്കിൽ അല്ലാഹു പണി തരും. അപ്പൊ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഇസ്തിഗ്ഫാർ എന്ന് കരുതരുത്. നിങ്ങളൊന്ന് ക്ഷമയോടെ കേട്ടിരുന്നാൽ ഇസ്തിഗ്ഫാറിന്റെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഖുർആന്റെ ആയത്ത് കൊണ്ട് ഞാൻ വിശദീകരിക്കാം, വളരെ കുറഞ്ഞ വാക്കിൽ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നമ്മൾ പറയണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷം വരുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒന്ന്. ഇനി നമുക്ക് ദിവസങ്ങളിൽ ഇഷ്ടം പോലെ സമയം വരുമല്ലോ. എപ്പോഴാണ് നമ്മൾ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ടത്? ഒരു ദിവസം ഏത് സമയത്ത് ഇസ്തിഗ്ഫാർ ചെല്ലിയാലാ കൂടുതൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുക? ഭൗതിക നേട്ടം എന്തായാലും കേട്ടിട്ടേ പോകാവൂ. ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള ഭൗതിക നേട്ടം കേൾക്കാതെ ആരും പോകരുത്. കാരണം ഇതൊക്കെ ആഖിറത്തിൽ കിട്ടുന്ന കാര്യമാണ്. ദുനിയാവിൽ കിട്ടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അത് ഞാൻ മനഃപൂർവ്വം പിന്തിച്ചതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സമയത്താണ് കൂടുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതെന്നറിയോ? ഏത് സമയത്താണ്? വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക്. അല്ലാഹു പറയുന്നുണ്ട്, അസ്സാബിരീന വസ്സാദിഖീന വൽഖാനിതീന വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ ദാസന്മാര്, അള്ളാഹുവിന്റെ ഇഷ്ടഭാചനങ്ങളെ, പ്രേമഭാചനങ്ങളെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. സൂറത്തു ആലി ഇമ്രാനിന്റെ ആയത്താണ്. അല്ലാഹ് പറയുന്നു, അസ്സാബിരീ, അല്ലാഹ് കൊടുക്കുന്ന സകല പരീക്ഷണങ്ങളെയും നേരിടാൻ ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവനാ. വസ്സാദിഖീന, നാക്കെടുത്താൽ കളവ് പറയാത്ത സത്യസന്ധന. വൽഖാനിതീൻ, അല്ലാഹുവിലേക്ക് ലയിച്ചു ചേരുന്നവനാണ്, അവനിലേക്ക്
അവനിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവനാ. വൽ മുൻഫിഖീ, അല്ലാഹുവും അവന്റെ വിശുദ്ധമായ ദീനിനും വേണ്ടിയിട്ട് സാമ്പത്തികമായ സഹായം ചെയ്യുന്നവനാ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനാ. ഏതാണ് സഹറിന്റെ സമയമെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ അല്ലാഹു ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട സമയം പറഞ്ഞത് സഹറിന്റെ സമയമാണ്. ഏതാണ് സഹറിന്റെ സമയമെന്നറിയോ? പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് അത്താഴം കുടിക്കുന്നത് എപ്പോഴാ? സുബഹി നിസ്കാരത്തിന്റെ ബാങ്ക് കേൾക്കുന്നതിന് കുറച്ചു മുമ്പല്ലേ നമ്മൾ എഴുന്നേറ്റുകൊണ്ട് അത്താഴം കഴിക്കുന്നത്? അതല്ലേ സഹറിന്റെ സമയമെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു എപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടതെന്നറിയോ? രാത്രിയുടെ 3-ാം യാമത്തിലാണ്. നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേക്കണേ. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കരങ്ങൾ നീട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇത് പറയുന്ന ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തെന്നറിയോ? അവൻ യഥാർത്ഥ ദാസനാ, അവൻ യഥാർത്ഥ ദാസനാണ്, അവന് സത്യസന്ധനായ അടിമയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ആരാണ് പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി തങ്ങൾ പറയുമ്പോ നക്ഷത്ര തുല്യരായ സഹാബത്ത് പ്രവാചകന്റെ തലയിലൊരു പ്രവാചകൻ അവരുടെ മുന്നിൽ പ്രസംഗിക്കുമ്പോ അവരുടെ തലയിലൊരു പ്രാവ് വന്നിരുന്നാൽ തലയനക്കിയാൽ പ്രാവ് പറന്നു പോകുമോ എന്ന ആശങ്കയോടെ അല്ലാഹുവിന്റെ തിരുദൂതരുടെ മുന്നിൽ കണ്ണിമ വെട്ടാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കുമ്പോ അവരോട് മുത്തു ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, യൻസിലു റബ്ബുനാ, നമ്മുടെ പടച്ചവന് ഇറങ്ങി വരുന്നത് എപ്പോഴെന്നറിയോ? സഹോദരങ്ങളെ, അല്ല ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സാമീപ്യം ഉണ്ടാവുക എന്നാണ്. അത് എപ്പോഴെന്നറിയോ? കുല്ല ലൈലത്തിൻ മിനസ് സമാഇ ദുനിയാ, ഒന്നാം ആകാശത്ത് എല്ലാ രാത്രികളിലും അല്ലാഹുവിന്റെ സാമീപ്യമുണ്ട്. എപ്പോഴാണെന്നറിയോ? രാത്രിയുടെ 3 കഴിയുമ്പോൾ, അഥവാ രാത്രിയുടെ 3-ാം യാമത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു പടച്ചവന്റെ സാന്നിധ്യമുണ്ടത്രേ. എന്നിട്ട് അവന് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ആരാണോ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് ഞാൻ അവന് പുറത്തു കൊടുക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ചെറിയ കഥയാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ അറിയോ? ആരാണ് യാക്കൂബ് നബി എന്നല്ലേ? ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാ. തന്റെ പൊന്നുമോന് യൂസുഫ് നബി അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ തന്റെ മുന്നിൽ നിന്ന് മക്കൾ അടർത്തിക്കൊണ്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കൺമുമ്പിൽ നിന്ന് യൂസുഫ് എന്ന പൊന്നുമോന് സ്നേഹനിധിയായ സൗന്ദര്യത്തിന്റെ നിറകുടമായ ആ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിലേക്ക് നിഷ്കരണം വലിച്ചെറിയുകയാ. എന്നിട്ട് ആ പൊന്നുമോന്റെ കുപ്പായത്തിൽ ആടിനെ അറുത്തിട്ട് അതിന്റെ ചോര അതിലോട് ചേർത്ത് വെച്ചിട്ട് വാപ്പാന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ പൊന്നുമോനെ ചെന്നായ പിടിച്ചു എന്ന്. ആ വാപ്പ പറഞ്ഞത് എന്താണ്? ഫസബുറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കുകയാണ് മക്കളെ, ക്ഷമിക്കുകയാ. ഇന്നമാഷ്കൂബത്തി വഹുസ്നി ഇലല്ലാഹ്, എന്റെ ദുഃഖങ്ങൾ സർവ്വതും ഞാൻ എന്റെ പടച്ചവനെ ഏൽപ്പിക്കുകയാണ് പൊന്നുമക്കളെ. അത് കഴിഞ്ഞിട്ട് ബിന്യാമീനെ കൂടെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി. ബിന്യാമീനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ബിന്യാമീന് മോഷണം നടത്തിയെന്ന പേരില് യൂസുഫ് നബി അലൈഹിസ്സലാമാണെന്ന് ഈജിപ്ത് ഭരിക്കുന്നത് മക്കൾക്കറിയില്ല. ആ യൂസുഫ് എന്ന സ്വന്തം സഹോദരനെ കൂടപ്പറപ്പിനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ബിന്യാമീന്റെ സഞ്ചിക്കകത്ത്, ബിന്യാമീന്റെ റേഷനികത്ത് പ്രിയപ്പെട്ടവരെ ഒരു രാജാവിന്റെ അളവ് പാത്രം എടുത്തിടുകയാ. അത് മോഷ്ടിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ ബിന്യാമീനെ കൂടെ യൂസുഫ് നബിയുടെ ചാരത്ത് നിർത്താനുള്ള ഹിക്മത്തായിരുന്നു. പക്ഷേ വാപ്പാക്ക് സഹിക്കുന്നില്ല. എന്റെ 2 മക്കളും നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുമ്പോ വർഷങ്ങൾ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ. അവസാനം തിരിച്ചറിയുകയാണ്, ഞങ്ങൾക്ക് റേഷം തന്നുകൊണ്ടിരുന്ന രാജാവ് ആരെന്നറിയോ? നിങ്ങളെ പൊന്നുമോന് യൂസുഫാ. കൂടെ ഉള്ളതാരെന്നറിയോ? നിങ്ങളുടെ പൊന്നുമോന് ബിന്യാമീന. വിളിക്കുന്നു വാപ്പാ, നമ്മൾ 10 പേരും ബിന്യാമീനും ഉമ്മയും വാപ്പയും കൂടി ആ ഉക്കാന്റെ അടുത്തേക്ക് അനിയന്റെ അടുക്കലേക്ക് പോകണമെന്ന് വിളിക്കുകയാ. ഇന്ന് അനിയൻ ഏതെങ്കിലും ഒരു ബാലനായ യൂസുഫ് എന്ന് പറയുന്ന കാണാൻ മുഞ്ചുള്ള ഒരു ബാലനല്ല. ഇന്ന് അധികാരത്തിന്റെ ഏറ്റവും വലിയ, ഏറ്റവും നല്ല സുതാര്യമായ, ഏറ്റവും നല്ല നീതിയുള്ള ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന
ഭരിക്കുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയാ. സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. ഈ സഹോദരങ്ങൾ നേരെ വാപ്പാരടുത്ത് പോയി പറയുന്നു, വാപ്പാ, ഇന്ന് യൂസുഫ് എന്ന മോനാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷെ ഞങ്ങളോട് മാപ്പാക്കണം വാപ്പാ. ഞങ്ങളെ കള്ളച്ചതിയിലൂടെയാണ് നിങ്ങളുടെ മോനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൊണ്ടുപോയത്. ഞങ്ങളെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു വാപ്പാ. ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ പടച്ചവനോട്, ഞങ്ങൾക്ക് ദുആ ചെയ്യണേ വാപ്പാ. ഇത് പറഞ്ഞപ്പോഴാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോന് അധികാരത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിലെത്തിയെന്ന് ബോധ്യം വന്നപ്പോ, ഇനി ഞങ്ങൾ ചെയ്ത തെറ്റെന്തിന് മറച്ചു വെക്കണം? എന്തായാലും ആ സഹോദരനെ അറിയുമല്ലോ, അതിനി വാപ്പയോട് പറഞ്ഞു കൊടുക്കുമല്ലോ. അതിനു മുമ്പ് 10 മക്കളും വന്നിട്ട് പറയാണ്, വാപ്പാ, ഞങ്ങൾ ചെയ്ത തെറ്റിന് അല്ലാഹുവോട് പൊറുക്കലിനെ തേടുവോ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആരക്കുമോ? ആ സമയത്ത് യാക്കൂബ് നബിയുടെ മറുപടി എന്തെന്നറിയോ? അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൂറത്ത് യൂസുഫിന്റെ 98-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാ, യാക്കൂബ് നബി 10 മക്കളോട് വന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മക്കൾ ചെന്ന് വാപ്പയോട് ചെയ്ത തെറ്റേറ്റു പറഞ്ഞിട്ട് പൊറുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ, അള്ളാഹുവോട് പൊറുക്കലിനെ തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തോളാം, ഞാൻ പിന്നീട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാം. ഈ പിന്നീട് എപ്പോഴാണ്? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പുറത്തു കൊടുക്കാൻ മാത്രം വിശാല ഹൃദയനായിരുന്ന യാക്കൂബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പ്രവാചകൻ തന്റെ പൊന്നുമക്കളോട് പറഞ്ഞു, സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ റബ്ബിനോട് പിന്നെ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാം. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇബ്നു കസീർ റഹിമഹുള്ള അടക്കമുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, അന്നഹു അഖറൽ ഇസ്തിഗ്ഫാർ ഇലാ വഖ്തി സഹരി. യാക്കൂബ് നബി പറഞ്ഞത് 2-3 കൊല്ലം കഴിയട്ടെ എന്നല്ല, ഞാൻ നിങ്ങൾക്ക് പിന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊള്ളാമെന്ന് പറഞ്ഞത്, മക്കളെ, നേരം പുലരുന്ന സമയത്ത് രാത്രിയുടെ 3-ാം യാമത്തിൽ ഞാൻ എഴുന്നേറ്റിരുന്ന റബ്ബിനോട് ചോദിച്ചോളാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് സമയം. യാക്കൂബ് നബി മക്കൾക്ക് വേണ്ടി പറഞ്ഞ സമയം അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷം വരുമ്പോഴും ഇസ്തിഗ്ഫാർ വേണം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത് തഹജ്ജുദിന്റെ സമയത്താണ്. തഹജ്ജുദിന്റെ സമയത്താണ്. നിങ്ങൾ കരുതും നമ്മുടെ ജീവിതത്തിന്റെ പാപത്തിന്റെ കറകൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയാൻ. ആ കഴുകിക്കളയുന്ന പടച്ച തമ്പുരാന്റെ ആ മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഇസ്തിഗ്ഫാറിന് അല്ലാഹ് തരുന്ന ആ ഒരു പാപം പൊറുക്കൽ എന്ന് പറയുന്ന ഒരു വലിയ നിഅമത്ത് പാപികൾക്ക് മാത്രമുള്ളതാണ് എന്ന് ആരും കരുതണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തായി നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. തെറ്റ് സംഭവിച്ചു പോയാൽ, എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ, ഞാൻ പിന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളാമെന്നോ അല്ലെങ്കിൽ കുറെ ദിവസം കഴിയട്ടെ, ഇപ്പൊ സാധാരണ ഇപ്പോഴാരെങ്കിലും ഒക്കെ തെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. റമളാന് മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും പറയുന്നത് റമളാനൊക്കെ വരികയല്ലേ, അപ്പൊ റമളാനിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കൊള്ളാം. ആദ്യത്തെ 10 കഴിയുമ്പോൾ പറയും എന്തായിരുന്നാലും 3-ാമത്തെ 10 വരെയല്ലേ, 3-ാമത്തെ 10 നമ്മൾ പറയുന്നത് 27 രാവ് വരട്ടെ. അങ്ങനെ നീണ്ട് നാളെ നീളെ പോയി അവസാനം പശ്ചാത്തപിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹ് പറഞ്ഞ എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്. സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറഞ്ഞതാ, എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു പോയാൽ യതൂബൂന മിൻ ഖരീബ്, ആ നിമിഷം അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതാൻ 2 മലക്കുകൾ ഇരിപ്പുണ്ട്. ഏതൊക്കെയാ? ഒന്ന് സ്വാഹിബുൽ യമീൻ, വലതുപക്ഷം. 2 സ്വാഹിബു ഷിമാൽ, ഇടതുപക്ഷം. ഞാൻ പറയുന്നത് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ വലതുഭാഗത്തിരുന്ന് കാത്തിബുൽ ഹസനാത്താണ് വലതുപക്ഷം, സാഹിബുൽ യമീൻ. നമ്മുടെ വലതുപക്ഷത്തിരിക്കുന്ന
ആ വലതുവശത്തിരിക്കുന്ന മലക്ക് സാഹിബുൽ യമീൻ കാത്തിബുൽ ഹസനാത്ത, നന്മകൾ മാത്രമേ അദ്ദേഹം എഴുതൂ. ഇടതുഭാഗത്തിരിക്കുന്നത് കാത്തിബുൽ സയ്യിആത്ത് സാഹിബു ഷിമാൽ, ഇടതുവശത്തിരിക്കുന്ന ആള്. ഇടതുവശത്തിരിക്കുന്ന മലക്ക് തിന്മകൾ മാത്രം എഴുതും. ഇതെങ്ങനെയാ എഴുതുന്നതെന്നറിയോ സഹോദരിമാര്? കേട്ടോളി. ഇതെങ്ങനെയാ എഴുതുന്നത്? ഒരാളൊരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയാൽ, ഒരാളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ, ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, ബക്കറ്റിൽ ഒരു 100 രൂപ ഇട്ടാൽ, ഒരു മാസത്തെ ഒരു ദിവസത്തെ ഭക്ഷണമേ ഹിറാ അറബി കോളേജിന്റെ പ്രിയപ്പെട്ട 50ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾക്ക്, 8ഓളം വരുന്ന ഉസ്താദുമാർക്കും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, ആ സമയത്ത് മലക്കുകൾ വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് എഴുതുന്നത് എന്തെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ പടച്ചവനോട് പറയുകയാണ്, 10 നന്മ എഴുതുകയാ. ഒരു നന്മ ചെയ്തവന് 10 നന്മ എഴുതുകയാണ്. എന്നാൽ ഒരു തിന്മ ഒരാൾ ചെയ്യുമ്പോൾ, ഒരു ഹറാമായ നോട്ടം നോക്കിയാൽ, ഒരു ഇഷ്ടമില്ലാത്ത റബ്ബിന് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ഇടതുവശത്തിരിക്കുന്ന മലക്ക് എഴുതുന്നത് 10 എന്നല്ല 1 എന്നാണ് എഴുതുന്നത്. അതും എപ്പോഴാണ് എഴുതുന്നതെന്നറിയോ? ഈ മലക്ക് കാത്തിബുൽ സയ്യിആത്തായ ഇടതുവശത്തിരിക്കുന്ന സാഹിബ് ഷിമാലായ ഈ മലക്ക് 1 എന്ന് തിന്മ രേഖപ്പെടുത്താൻ ശ്രമിക്കുമ്പോ, വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് പറയുന്നത് എന്തെന്നറിയോ? ഇപ്പൊ എഴുതല്ലേ സാഹിബു ഷിമാലേ, ഇപ്പൊ എഴുതല്ലേ കാത്തിബു സയ്യിആത്തേ. എന്തുകൊണ്ടെന്നറിയോ? യവൻ ഈ തിന്മ ചെയ്തിട്ട് നെഞ്ചുരുകിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവൻ പിന്നെ ചോദിക്കൂല, പിന്നെ വെറുതെ എന്തിനാണ് എഴുതി വെക്കുന്നതെന്ന് സാഹിബുൽ യമീൻ കാത്തിബുൽ ഹസനാത്ത് പറയുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ലോകത്തിന്റെ നായകന, സത്യത്തിന്റെ ലാഞ്ചനാതരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലെ കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം മുഖ്ബിറെ സാദിഖുൽ അമീൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ദഅഹു 7 സഅാത്തിൽ ലഅല്ലഹു യസ്തഗ്ഫിറ. യവൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലോ പിന്നെ നിങ്ങൾ എഴുതിയിട്ട് കാര്യമില്ല മലക്കേ, അതുകൊണ്ട് എഴുതരുത്. കുറച്ച് നേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എഴുതിക്കോ എന്ന് വലതുവശത്തിരിക്കുന്ന സാഹിബുൽ യമീനായ കാത്തിബുൽ ഹസനാത്തായ മലക്ക് പറയുമെന്ന് അല്ലാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഇന്നമ തൗബത്തു അലല്ലാഹ് ലില്ലദീന യഅമലൂന സൂഅ ബിജഹാല ثم يتوبون من قريب. അല്ലാഹ് പറയുകയാണ്, തൗബ ആർക്കാണ് അല്ലാഹ് സ്വീകരിക്കുന്നതെന്നറിയോ? പശ്ചാത്താപം ആരുടേതാണ് സ്വീകരിക്കുന്നതെന്നറിയോ? ഒരു തെറ്റങ്ങ് ചെയ്തു പോയി, ഉടനെ അല്ലാഹുവിനെ ഓർമ്മ വന്നു, ആ സമയത്ത് പെട്ടെന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാണ് തൗബ അല്ലാഹ് സ്വീകരിക്കുക. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമയം ദീർഘിക്കുക. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഭൗതിക നേട്ടം കൂടി പറയട്ടെ. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ ചൊല്ലിയാലുള്ള ഭൗതിക നേട്ടം എന്തെന്നറിയോ? പാപം പൊറുക്കുക മാത്രമല്ല, എന്താണ് നമുക്ക് കിട്ടാനുള്ളത് നിങ്ങൾ എഴുതി വെച്ചോ. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രസംഗം ആരംഭിച്ചത്. അതേ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടിയ ദീനിന്റെ സദസ്സാ. ഒരാളെ എഴുന്നേറ്റ് പറഞ്ഞു, തങ്ങളെ വല്ലാത്ത പട്ടിണിയാണ്, നാട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്, ദുആരക്കണേ. രണ്ടാമത്തെ ആള് എഴുന്നേറ്റിട്ട് പറഞ്ഞു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി കൊല്ലങ്ങളായി മക്കളില്ല, തങ്ങളെ ദുആരക്കണേ. മറ്റൊരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നാട്ടില് മഴ പെയ്തിട്ട് എത്രയോ നാളായി, മഴയില്ല, വല്ലാത്ത ക്ഷാമമാ, അങ്ങ് ദുആരക്കണേ എന്ന് പറഞ്ഞിട്ട് മൂന്നാമനും എഴുന്നേക്കുകയാ. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് പറഞ്ഞത്. ഒരാൾക്ക് നാട്ടിൽ പട്ടിണിയാണ്, ഒരാൾ
ഒരാൾക്ക് മക്കളില്ലാത്ത വിഷമമാണ്, മറ്റൊരാൾക്ക് നാട്ടിൽ മഴയില്ലാത്ത ക്ഷാമമാണ്. അവരുടെ മുന്നിൽ എന്താണ് ഹസൻ അൽ ബസരി തങ്ങൾ പറഞ്ഞതെന്നറിയോ? നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ, ഇസ്തിഗ്ഫാർ നിങ്ങൾ വർദ്ധിപ്പിച്ചോ. ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, തങ്ങളെ, മക്കളില്ലാത്തവനും ഇസ്തിഗ്ഫാർ, പട്ടിണി കിടക്കുന്നവനും ഇസ്തിഗ്ഫാർ, വെള്ളമില്ലാത്തവനും ഇസ്തിഗ്ഫാർ, ഇതെങ്ങനെ ശരിയാകുമെന്ന് ഹസൻ തങ്ങളോട് ചോദിക്കുമ്പോൾ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹു തന്നെയാണ് പറഞ്ഞത്. വാണിയമ്പലത്തെന്നെ കേൾക്കുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, മക്കളില്ലാത്തവരുണ്ടോ? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത്? എന്തിനാ നിങ്ങൾ വ്യസനിക്കുന്നത്, വിഷമിക്കുന്നത്, ദുഃഖിക്കുന്നത്? നിങ്ങളുടെ മുന്നിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പുരാതന കാലത്തെ പ്രാകൃതന്റെ, പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി, ഇറാഖത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ചുകൊണ്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ സൂറത്തുൻ നൂഹിലെ ആയത്താണ് 10ാമത്തെ ആയത്ത്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഓതിക്കെടുക്കുകയാ. എന്താണെന്നറിയോ? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഭൗതികമായി നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. അല്ലാഹ് പറഞ്ഞു, ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ നാഥനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു പൊറുക്കുന്നവനാണ്. അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒന്നാമത് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. രണ്ടാമത്തേത് അല്ലാഹു പറയുന്നു, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, സമൃദ്ധമായി നിങ്ങൾക്കല്ല മഴ വർഷിപ്പിച്ചു തരുന്നതാണ്. സഹോദരങ്ങളെ, മഴയില്ലാത്ത നാടുകളില് മഴ വേണോ? എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആണായാലും പെണ്ണായാലും വലുതായാലും ചെറുതായാലും പണ്ഡിതനായാലും പാമരനായാലും കുചേലനായാലും കുബേരനായാലും തൊഴിലാളിയായാലും മുതലാളിയായാലും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലലാണ് ഏക പരിഹാരം. അല്ലാഹ് പറയുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം എന്തെന്നറിയോ? യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളികളാകുന്ന മഴത്തുള്ളികള് ഈ ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭാശയത്തിലേക്ക് സമൃദ്ധമായി വർഷിക്കുമത്രേ. രണ്ടാമത് അല്ലാഹ് പറയുന്നത് എന്തെന്നറിയോ? വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു തരുന്നതാ, ധാരാളം സമ്പത്ത് അല്ലാഹു തരുന്നതാ. സഹോദരങ്ങളെ, ഒരു ഹദീസിലെ കാണാ, നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുടങ്ങാതെ ആരാണോ 101 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്, ഇതാണ് അതിൽ പറഞ്ഞ കലിമത്തുകൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം ദൈനംദിനം ആരോതുന്നുവോ ദുനിയാവ് അവന്റെ പിന്നാലെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോണ്ട, ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും. എന്നെ എടുത്തോ, എന്നെ എടുത്തോ, എന്നെ സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് ദുനിയാവ് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹ് പറയും, ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ വയുംദിദുക്കും ബിഅംവാൽ, സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വരുന്നതാണ്. വബനീ, അല്ലാഹു ധാരാളം മക്കളെ നിങ്ങൾക്ക് തരുന്നതാ. ഭാര്യ ഗർഭിണിയാകുന്നില്ല ഉസ്താദേ, പോകാത്ത ആശുപത്രികളില്ല, നേരാത്ത നേർച്ചകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. അതുകൊണ്ട് ദുആരക്കണേന്ന് പറഞ്ഞ ഒരു വേദിയിൽ പോലും മക്കളില്ല, ദുആരക്കണേന്ന് പറയാത്ത വേദിയില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബക്കാര്, ബന്ധുക്കള്, പരിചയക്കാര്, സുഹൃത്തുക്കളിൽ
എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിമാരെ, സന്താനങ്ങളില്ലാത്തവരുടെ മുന്നിൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങൾക്ക് ധാരാളം മക്കൾ വേണോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചു കൊള്ളുക. വീണ്ടും അല്ലാഹ് പറയുകയാണ്, വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ഒരുപാട് തോട്ടങ്ങളും അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്പത്തിന്റെ ആധിക്യം നിങ്ങൾക്ക് അല്ലാഹ് തരുന്നതാ. സർവ്വ അനുഗ്രഹങ്ങളുടെ മാക്കുന്നുണ്ടോ? ആര് ഇസ്തിഗ്ഫാർ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കുന്നുണ്ടോ? ഈ വാണിയമ്പലത്ത് ഈ ഹിറാ അറബി കോളേജിന്റെ തിരുമുറ്റത്തൊരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരില് ഇന്നത്തെ രാത്രി മുതൽ ഈ വിനീതന്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു സമ്മാനമായി, ഒരു ഉണർത്തലായി എനിക്ക് പറയാനുള്ളത്, ദിവസവും നേരം വെളുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയണേ. അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളുടെയും കലവറ തുറന്നു തരുന്നതാ. റസൂലുള്ള പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരൊരാൾ ഇസ്തിഗ്ഫാറിനെ ലുസൂമാക്കുന്നുണ്ടോ, നിർബന്ധമാക്കുന്നുണ്ടോ, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജാ, എല്ലാ ഇടങ്ങേറിൽ നിന്ന് അല്ലാഹു നിനക്കൊരു എക്സിറ്റ് തരുമെന്നാണ്.